ഓട്ടോക്കാർ കൂട്ടം കൂടി തിണ്ണമുടുക്ക് കാണിക്കാൻ വന്നാൽ ഞാൻ എന്തു ചെയ്യും? ഇക്കഴിഞ്ഞ ദിവസം MC റോഡിൽ വാഹനം തട്ടിയതിന്റെ പേരിൽ യുവാവും ഓട്ടോക്കാരും തമ്മിലുണ്ടായ തർക്കത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലാകെ വൈറലായിരുന്നു. ആ യുവാവ് പറഞ്ഞ പ്രതികരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യം ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിട്ട് വരാം. ഇതിൽ പ്രതിസ്ഥാനത്ത് നിന്ന ആ യുവാവ് പറഞ്ഞതാണ്, സ്വയം രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഹെൽമറ്റ് വീശിയത്. പന്തളം കുരമ്പാലിയിലാണ് സംഭവം ഉണ്ടായത്. ഓട്ടോറിക്ഷയിൽ ബൈക്ക് തട്ടിയതാണ് തർക്കത്തിന് കാരണം. ഓട്ടോക്കാർ കൂട്ടം കൂടി ആക്രമിച്ചതോടെ പ്രകോപിതനായ യുവാവിനെ പോലീസ് എത്തിയാണ് ശാന്തനാക്കിയത്. സംഭവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഈ യുവാവ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഓട്ടോക്കാർ എല്ലാവരും കൂടെ അടിക്കാൻ വന്നപ്പോൾ സ്വയം രക്ഷയ്ക്കാണ് ഹെൽമറ്റ് എടുത്ത് വീശിയതെന്നാണ് യുവാവ് പറയുന്നത്. അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് തന്നെ അടിച്ചേനെ എന്നും രാഹുൽ എന്ന യുവാവ് പറയുന്നുണ്ട്. ഇദ്ദേഹം ഒരു കിക്ക് ബോക്സിംഗ് ചാമ്പ്യനാണ്. എനിക്ക് ഓടി ഒളിക്കേണ്ട ആവശ്യമില്ല, ഞാനൊരു കിക്ക് ബോക്സറാണ്. രംഗം വഷളായതോടെ സ്വയം രക്ഷയ്ക്കായി മാത്രമാണ് പ്രതിരോധിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനൊരു മാനസിക രോഗിയല്ല, അല്ലെങ്കിൽ ഞാനൊരു ഭ്രാന്തനല്ല, അല്ലെങ്കിൽ ഞാനൊരു ഗുണ്ടയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു കൃത്യമായി ഇതെന്താണ് കാര്യമെന്ന് പറയുന്നത്, ഇൻഡിക്കേറ്റർ ഇട്ട് തിരിഞ്ഞപ്പോൾ ഓട്ടോ ഇടിച്ച് ഞാനും സുഹൃത്തും നിലത്ത് വീണു. അത് കണ്ടുവന്ന ഒരു ഓട്ടോക്കാരനാണ് ആൾക്കാരെയും കൂട്ടി വിളിച്ച് എന്നെ അടിക്കട എന്ന് പറഞ്ഞ് സീനുണ്ടാക്കിയത്. എന്നെ പിന്നിൽ നിന്ന് അവർ അടിച്ചു. ആദ്യം എന്നെയാണ് അവർ മർദ്ദിച്ചത്. ഞാൻ രാവിലെ ജീവിത മാർഗത്തിനായി ഇറങ്ങിപ്പോകുന്ന ആളാണ്. തിണ്ണമിടുക്ക് കാട്ടാൻ വന്നപ്പോഴാണ് എനിക്കിങ്ങനെ പെരുമാറേണ്ടി വന്നത്. പറ്റുന്ന രീതിയിൽ ഞാൻ അവിടെ ഫൈറ്റ് ചെയ്തത് വേറെ വഴിയില്ലാഞ്ഞിട്ടാണ്. ഞാൻ കിക്ക് ബോക്സറാണ്. ആ ഒരു മനോധൈര്യം എനിക്കുണ്ട്. വേറെ ഒരാളായിരുന്നുവെങ്കിൽ അവർ അടിച്ച് ഒരു പരുവമാക്കിയേനെ. കേസ് ഒത്തുതീർപ്പാക്കി ഞാൻ നാഷണൽ ലെവലിൽ ബോക്സിങ്ങുകളിൽ പോയിട്ടുള്ള ആളാണ്. ജനുവരി 2-ന് എനിക്ക് എറണാകുളത്ത് ബോക്സിംഗ് ഉണ്ട്. അതിനുള്ള പരിശീലനത്തിലാണ്. ഞാൻ ഗുണ്ടയല്ല, അച്ഛനില്ല, എനിക്ക് അമ്മയും അനിയനും മാത്രമേ ഉള്ളൂ. വീട് നോക്കുന്നത് ഞാനല്ല. അവരെ അറ്റാക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ രീതിക്ക് അത് ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ ക്രിമിനൽ ഒന്നുമല്ല എന്നൊക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ യുവാവ് ഹെൽമറ്റ് ഉപയോഗിച്ച് നാട്ടുകാരെയും ഓട്ടോ ഡ്രൈവറെയും ചെറുക്കുന്നത് ഈ വീഡിയോയിൽ വ്യക്തമായിരുന്നു. ഓട്ടോ ഡ്രൈവർ ഹരിക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈ പോലീസുകാർ യുവാവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അയാൾ പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. ഈ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. സംഭവത്തിൽ പക്ഷേ വരുന്ന കമന്റ് ബോക്സ് മുഴുവൻ ഈ യുവാവിന് അനുകൂലവും ഓട്ടോ ഡ്രൈവർമാർക്ക് പ്രതികൂലവുമാണ്. അതിന് ഒരു കാരണമുണ്ട്. പിഷാരടി ഒരു സ്റ്റേജിൽ പറയുന്നത് പോലെ ഓട്ടോക്കാരെ പ്രവചിക്കാൻ കഴിയില്ല. റോഡുകളിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ഓട്ടോക്കാരുടെ ഓട്ടോ നോക്കി പുറകിലോ ഫ്രണ്ടിലോ വരുന്നവർക്ക് പ്രവചിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് പലയിടത്തും വലിയ പ്രശ്നങ്ങളായും അപകടങ്ങളും ആയും ഒക്കെ മാറുന്നത്. സത്യത്തിൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള വ്യക്തികളാണ് ഓട്ടോ ഡ്രൈവർമാർ, അല്ലെങ്കിൽ ഉപകാരമുള്ള വാഹനമാണ് ഓട്ടോകൾ. സാധാരണക്കാർക്കും കോടീശ്വരനും ആർക്ക് വേണമെങ്കിലും ആപത് ഘട്ടങ്ങളിൽ വലിയൊരു അടിയന്തര ഘട്ടങ്ങളിലുമൊക്കെ ഓട്ടോ ഉപകാരം മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ മറ്റൊരു കാര്യം പരിശോധിച്ചാൽ റോഡുകളിൽ ഇതുപോലെ ട്രാഫിക് നിയമ ലംഘനം നടത്തുന്ന വണ്ടികൾ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് KSRTC ബസ്സുകൾ മാത്രമായിരിക്കും. സത്യത്തിൽ KSRTC ബസ് നമ്മൾക്ക് വേണമെങ്കിൽ ഓട്ടോയുടെ കൂടെ തന്നെ കൂട്ടാം. സത്യമായും ഓട്ടോയെയും ഓട്ടോ തൊഴിലാളികളെയും ബഹുമാനമാണ്, സ്നേഹമാണ്. പക്ഷേ ചില ഓട്ടോകളും വളരെ അപകടകരമായ രീതിയിൽ നിയമലംഘനങ്ങളും അതുപോലെ അപകടകരമായ രീതിയിൽ നിർത്തലും അല്ലെങ്കിൽ എടുക്കലും ഒക്കെ തിരിക്കലും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണമാണ്. അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഏതെങ്കിലും ഒരു ഓട്ടോക്കാരൻ തന്നെ തെറ്റു ചെയ്താൽ പോലും മറ്റ് ഈ എതിരെ വന്ന വ്യക്തികൾക്കെതിരെ, അതായത് ഈ ഓട്ടോക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഇരയായ വ്യക്തിയെ എല്ലാവരും കൂടെ ഷൂട്ട് ചെയ്യുകയും ഈ പ്രതിക്ക് വേണ്ടി ഓട്ടോക്കാർ സംസാരിക്കുകയും പിന്തുണയൊക്കെ നൽകുന്നു. പിന്നെ ഇരയായ വ്യക്തിയെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥകൾ പലയിടത്തും ഉണ്ടാകാറുണ്ട് റോഡുകളിൽ. ഇതിപ്പോ ഒരു സ്ഥിരം സംഭവവുമാണ്. ഇവിടെ ഈ ചെറുപ്പക്കാരനും പറ്റിയത് ഇത് തന്നെയാണ്. അതായത് ഇവർ ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയുന്ന ബൈക്കിലേക്ക് അതുവരെ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോ പെട്ടെന്ന് വന്ന് ഇടിക്കുകയാണ്. ഈ യുവാവ് കൂടെ ഇരുന്ന വ്യക്തിയും താഴേക്ക് വീഴുന്നു. ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഓട്ടോക്കാരൻ മറ്റു ഓട്ടോക്കാരോട് അവനെ അടിക്കട എന്ന് പറയുന്നു. പിന്നെ അങ്ങോട്ട് കൂട്ടം കൂടി അദ്ദേഹത്തെ അടിക്കുന്നു. തിരിച്ച് ചേർന്ന യുവാക്കൾ തിരിച്ച് അവരെ അവരുടെ പ്രതികരണമാണ് ആ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത്. യുവാവിനെ അടിച്ചൊതുക്കാൻ കൂട്ടം കൂടുന്ന വ്യക്തികളെയൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. സ്വയം രക്ഷയ്ക്ക് യുവാവ് ഹെൽമറ്റ് വീശുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതിനുശേഷം പിന്നീട് ചാനലുകൾ ചർച്ച ചെയ്യുന്നത് യുവാവിന് മാനസിക വിഭ്രാന്തി ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷെ ആ യുവാവിന് മാനസിക വിഭ്രാന്തി ആയിരുന്നില്ല. സ്വയം രക്ഷയ്ക്ക് ഹെൽമറ്റ് വീശി ചെക്കൻ ബോക്സിംഗ് ഒക്കെയാണ്.
എന്തായാലും ഓട്ടോയുമായി ബന്ധപ്പെട്ട പോലീസ് വിട്ട ചില കണക്കുകൾ കൂടി, അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഓട്ടോകൾ കാരണം ഈ പൊതുനിരത്തിൽ അല്ലെങ്കിൽ റോഡിൽ സംഭവിക്കുന്ന ചില അപകടങ്ങളെ കുറിച്ച്, ഇതുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ പോലീസ് തന്നെ അവരുടെ മീഡിയ സെന്റർ വഴി ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. പോലീസ് തന്നെ പറയുന്ന കണക്ക് ഇങ്ങനെയാണ്: ഓട്ടോറിക്ഷകൾ ഉൾപ്പെടുന്ന അപകടങ്ങളുടെ എണ്ണത്തിൽ ആശങ്കാജനകമായ വർധനവുണ്ടായ സാഹചര്യത്തിൽ നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 44,146 വാഹനങ്ങൾ പരിശോധിച്ചതിൽ 3,818 നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും 59 ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു എന്നാണ്. ട്രാഫിക് റോഡ് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക എൻഫോഴ്സ്മെന്റ് നടപടികളും ബോധവൽക്കരണ ഡ്രൈവിംഗും നടത്തിയത്. ഒക്ടോബർ 6-ന് ആരംഭിച്ച ഒരാഴ്ച നീണ്ടുനിന്ന പ്രവർത്തനങ്ങളിൽ തെറ്റായതും സുരക്ഷിതമല്ലാത്തതുമായ റോഡ് പെരുമാറ്റങ്ങൾ എന്നിവയ്ക്കായി ഓട്ടോറിക്ഷകൾ പരിശോധിച്ച നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2025 ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ സംസ്ഥാനത്ത് ഓട്ടോറിക്ഷകൾ ഉൾപ്പെട്ട 330 അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ 108 എണ്ണം കാൽനട യാത്രക്കാരെ ഇടിച്ചിട്ടതാണ്. ഓട്ടോറിക്ഷകൾ നിയന്ത്രണം വിട്ട 28 സംഭവങ്ങളും ഇതിൽ പെടുന്നുണ്ട്. ഓട്ടോ ഡ്രൈവർമാരുടെ അമിത വേഗം, അശ്രദ്ധമായ ഡ്രൈവിംഗ്, തെറ്റായ വശത്തേക്ക് വാഹനം ഓടിക്കൽ എന്നിവയ്ക്കെതിരെ കർശനമായ പരിശോധന പോലുള്ള എൻഫോഴ്സ്മെന്റ് നടപടികൾ സ്വീകരിക്കുന്നതിനോടൊപ്പം ഓട്ടോ ഡ്രൈവർമാരുടെ ലൈസൻസ്, വാഹനരേഖകൾ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുകയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയും ചെയ്തു. സുരക്ഷിതമായ ഡ്രൈവിംഗ് രീതികൾ, വേഗത നിയന്ത്രണം, യാത്രക്കാരുടെ സുരക്ഷ എന്നിവയെക്കുറിച്ചൊക്കെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കിടയിൽ അവബോധ ക്യാമ്പയിനുകൾ നടത്തി. 3,322 ക്യാമ്പയിനുകളിലൂടെ 15,875 ഓട്ടോ ഡ്രൈവർമാരെ ബോധവൽക്കരിക്കാനായി. ഓട്ടോ സ്റ്റാൻഡുകളിലും പൊതുസ്ഥലങ്ങളിലും റോഡ് സുരക്ഷാ സന്ദേശങ്ങൾ പ്രദർശിപ്പിക്കുകയും ഗതാഗത നിയമങ്ങൾ സ്വമേധയാ പാലിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന് ഓട്ടോ ഡ്രൈവർ യൂണിയനുകളുമായും അസോസിയേഷനുകളുമായും ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പരിശോധനകൾ തുടർന്നും ഉണ്ടാകുമെന്നും നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതുമാണ് എന്നുമുള്ളതാണ് ഇവരുടെ കുറിപ്പിൽ പറയുന്നത്. അലക്ഷ്യമായി ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെയുള്ള ഡ്രൈവിംഗ് ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം 9747001099 എന്ന ശുഭയാത്രാ നമ്പറിലേക്ക് പൊതുജനങ്ങൾക്കും റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെന്റിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചും ജില്ലാ പോലീസ് മേധാവികൾ, ട്രാഫിക് സോണൽ പോലീസ് സൂപ്രണ്ടുമാർ, ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റുകൾ എന്നിവരുടെ സജീവ പങ്കാളിത്തത്തോടെയുമാണ് വാഹന പരിശോധനകൾ നടത്തിയത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഓട്ടോക്കാരിൽ ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത് അടുത്ത ട്രിപ്പിനെ കുറിച്ച് മാത്രമാണ്. അതായത് അവരുടെ ഓട്ടോയിൽ ഒരു വ്യക്തി ഇരിക്കുമ്പോഴും അവർ ചിന്തിക്കുന്നത് അടുത്ത ട്രിപ്പിനെ കുറിച്ചാണ്. ഇത് വിട്ടിട്ട് പെട്ടെന്ന് തന്നെ അവിടെ എത്തണം, അതിനുവേണ്ടിയുള്ള അങ്കലാപ്പുകളിലാണ് ഈ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത്. തീർച്ചയായും അവരുടെ കുടുംബം പുലർത്താൻ വേണ്ടി തന്നെയാണ് ഇത് എന്നുള്ളതൊക്കെ നമുക്ക് ശരി തന്നെയാണ്. പക്ഷേ നമ്മുടെ കുടുംബം പുലർത്താൻ, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവനൊക്കെ ബാക്കി ഉണ്ടോ എന്നും കൂടെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ കുടുംബം പുലർത്താനായി ഓടാൻ എന്നുള്ളതാണ്. ഓരോ അപകടങ്ങളും കാരണം എത്ര ആൾക്കാരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്, കിടപ്പിലാകുന്നത്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇൻഡിക്കേറ്റർ ഇടാതെയൊക്കെ പെട്ടെന്ന് ഓട്ടോക്കാർ വെട്ടിച്ചു കളയും. ഓവർടേക്ക് ചെയ്യുന്നവർ സൂക്ഷിച്ചില്ലെങ്കിൽ സത്യത്തിൽ അപകടം ഉറപ്പാണ്. ഇനി ആരെങ്കിലും ഓവർടേക്ക് ചെയ്താൽ ഇവർ ഇൻഡിക്കേറ്റർ ഇടാതെ പോയിക്കൊണ്ടിരിക്കും. ഓവർടേക്ക് ചെയ്താൽ അതിനനുസരിച്ചുള്ള ചീത്തവിളികളൊക്കെ അത് ഒട്ടുമിക്ക എല്ലാ റോഡ് വാഹനം ഓടിക്കുന്നവരിൽ നിന്നൊക്കെ ഉണ്ടാകാറുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഓട്ടോക്കാരെ ഈ ഒരു പ്രശ്നത്തിൽ ജനങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് ചിന്തിച്ചാൽ അത് ഇക്കാരണങ്ങൾ കൊണ്ടാണ്. റോഡ് നിരത്തുകളിൽ ഒരുപാട് തരത്തിൽ വലിയ നിയമലംഘനങ്ങൾ നടത്തുകയും എന്നാൽ അത് വളരെ നിസ്സാരമായി കണ്ടുകൊണ്ട്, അതായത് ഓരോ അപകടങ്ങൾ നടക്കുമ്പോഴും ഏതെങ്കിലും ഒരു ഓട്ടോയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. പല ഇതിലും അതായത് 50% അപകടങ്ങളിലെങ്കിലും അതിന് ആ അപകടത്തിലേക്ക് നയിച്ച ഓട്ടോയുടെ ഒരു സാന്നിധ്യം, ഒരു നിഷ്കളങ്കമായ ഓട്ടോ ഓടിച്ചു പോകുമെന്നുള്ളതാണ് പലരും സൂചിപ്പിക്കുന്നത്. അതിന്റെ കണക്കുകളാണ് ഇപ്പോൾ പോലീസ് തന്നെ പുറത്തുവിട്ട കണക്കുകളാണ് നമ്മളിപ്പോൾ വായിച്ചതും. എന്തായാലും ഇനിയെങ്കിലും ഓട്ടോ ഡ്രൈവേഴ്സിന്റെ ഒരു സ്ക്രൂട്ടിനി, അതായത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ ഹേ ഓട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നടത്തിയിരുന്നു, ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. അത് ഇപ്പോൾ എത്രത്തോളം സക്സസ് ആയി പോകുന്നു എന്ന് അറിയില്ല. പക്ഷെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണെന്നുള്ളത് കൂടിയാണ്.